CBSE 10th സ്റ്റാൻഡേർഡ് ഹിന്ദി കോഴ്സ് ബി പാഠ്യപുസ്തക സ്പർശിലെ തോപ്പ് എന്ന കവിതയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. इस कविता का रचयिता है वीरेन डंगवाल. पहले कवि परिचय. वीरेन डंगवाल उत्तराखंड के कवि हैं. उनका जन्म 5 अगस्त 1947 को हुआ. അപ്പോൾ അദ്ദേഹം ഉത്തരാഖണ്ഡിലെ കവിയാണ്. അദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് 5 1947 ആണ്. और उनका प्रारंभिक शिक्षा नैनीताल में और उच्च शिक्षा इलाहाबाद में हुआ. അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പ്രാരംഭിക് ശിക്ഷ മാനെ प्राइमरी एजुकेशन नैनीताल और उच्च शिक्षा हायर एजुकेशन इलाहाबाद में हुआ. और उनका प्रमुख 2 रचनाएं हैं इसी दुनिया में और दूसरा है दुष्चक्र में स्रष्टा. और दूसरे वाला इस दुष्चक्र में स्रष्टा को साहित्य अकादमी पुरस्कार भी मिला है. और उनकी रचनाओं की विशेषता, वे जनसाधारण की विषय को लेकर काव्य रचना करते थे और जिन विषयों पर साधारण जन की दृष्टि नहीं जाती लेकिन वे जीवन को नए अर्थ देते हैं, ऐसे विषयों पर काव्य रचना करना उनकी विशेषता है. സാധാരണ ജനങ്ങളുടെ കാഴ്ചയിൽ പെടാത്തതും എന്നാൽ ഒരു പുതിയ അർത്ഥം നൽകുന്നതുമായിട്ടുള്ള വിഷയങ്ങളെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യരചനയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാവ്യരചനയിലുള്ള ഏറ്റവും വലിയ വിശേഷതയും. ഇനി നമുക്ക് ലെസണിലോട്ട് പോവാം. അപ്പോൾ തോപ്പ് കാ അർത്ഥ ഹോത്താ ഹെ ക്യാനൻ. മലയാളത്തിൽ ഇതിന് പീരങ്കി എന്ന് പറയുന്നു. ഈ പീരങ്കി എന്തിനുപയോഗിച്ചതായിരുന്നു ആദ്യം നോക്കാം. 1857 സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടുത്തെ വിപ്ലവകാരികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച പീരങ്കിയാണ് ഇത്. അപ്പോൾ ഈ തോപ്പ് 1857 में स्वतंत्रता संग्राम के समय 1857 के स्वतंत्रता संग्राम में अंग्रेजों द्वारा इस्तेमाल किए गए तोप है. पंक्तियों की व्याख्या इस प्रकार है. कंपनी बाग के मुहाने पर दर रखी गई है एक 1857 की तोप. इसकी होती है बड़ी संभाल, विरासत में मिले कंपनी बाग की तरफ साल में चमकाई जाती है 2 बार. ये तोप अब कहाँ है? ये तोप अब कानपुर के ब्रिटिश ईस्ट इंडिया कंपनी द्वारा बनाए गए एक बाग में है. ഇന്ന് 1857 ഉപയോഗിച്ച സ്വതന്ത്ര സമര കാലത്ത് ഉപയോഗിച്ച ഈ തോക്ക് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇന്ന് ഈ തോപ്പ് വെച്ചിരിക്കുന്നത് കാൺപൂരിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പാർക്കിലാണ് ഇന്നത് സൂക്ഷിച്ചിരിക്കുന്നത്. कंपनी बाग के मुहाने पर दर रख गई है 1857 की तोप. तो 1857 की तोप कंपनी बाग के मुहाने पर दर रखी गई है. मुहाने मीन्स गेट, प्रवेश द्वार पर रखी गई है एक तोप. ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? കമ്പനി ബാഗിലുള്ള मुहाने पर. इसकी होती है बड़ी संभाल, विरासत में मिले. इसका बड़ी संभाल होता है क्योंकि ये हमें विरासत में मिली चीज है. विरासत मीन्स
പൂർവികരിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു വസ്തു ആയതുകൊണ്ട് ഇസേ ബഡി സംഹാൽ കർക്കെ രഖത്തി ഹെ. ഇത് വളരെ സൂക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ പൂർവികരിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വളരെ സൂക്ഷിക്കുന്നുണ്ട്. कंपनी बाग की तरफ साल में चमकाई जाती है 2 बार. सो इसे 2 बार, इस तोप को 2 बार कंपनी बाग की तरफ से चमकाई जाती है. चमकाना मीन्स पॉलिश ചെയ്യുക. चमकाना का अर्थ होता है पॉलिश करना, തിളക്കമുള്ളതാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇസേ വർഷമേം സാൽമേം വർഷമേം 2 बार चमकाई जाती है. വർഷത്തിൽ 2 പ്രാവശ്യം ഇതിനെ എന്ത് ചെയ്യാറുണ്ട്? തുടച്ച് പോളിഷ് ചെയ്ത് വെക്കാറുണ്ട്. वो 2 बार है हमारे 2 राष्ट्रीय पर्व. वे हैं स्वतंत्रता दिवस और गणतंत्र दिवस. स्वतंत्रता दिवस और गणतंत्र दिवस के अवसर पर മീൻസ് ഇൻഡിപെൻഡൻസ് ഡേയുടെയും റിപ്പബ്ലിക് ഡേയും അവസരത്തിൽ ഈ തോപ്പിനെ ചംകായി ജാത്തി ഹേ, പോളിഷ് ചെയ്ത് വെക്കാറുണ്ട്. सुबह शाम कंपनी बाग में आते हैं बहुत से सैलानी. सैलानी मीन्स टूरिस्ट. बहुत से सैलानी सुबह से शाम तक कंपनी बाग में आते हैं. सैलानी टूरिस्ट. तो बहुत से सैलानी, बहुत से सैलानी सुबह से लेकर शाम तक कंपनी बाग में आते हैं. അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരുപാട് സന്ദർശകർ ആ പാർക്കിൽ വരാറുണ്ട്. ഉനേം ബതാത്തി ഹേം എഹ് തോപ്പ് कि मैं बड़ी जबर उड़ा दिए दे मैंने अच्छे अच्छे सुरमाओं के दज्जे अपने जमाने में. उन सैलानियों से ये തോപ്പ് अपने अतीत के बारे में बताते हैं. ആ വരുന്ന സന്ദർശകരോട് തോപ്പ് തന്റെ പാസ്റ്റിനെ പറ്റി പറയുകയാണ്. അതീത് മീൻസ് പാസ്റ്റ്, പാസ്റ്റിനെ പറ്റി എന്താണ് ബദാത്തി ഹേം, ബദാത്തി ഹേം പറയുന്നു. എന്താണ് പറയുന്നത്? മേ ബഡി ജബർ ഉഡാ ദിയേ ദേ, മേ ബഹുത് പ്രഭാവശാലി ധീ, അല്ലേ? മേ ബഹുത് പ്രഭാവശാലി ധാ. मैंने अपने जमाने में, मेरे जमाने में मैं बहुत प्रभावशाली था. तोप का जमाना कब होगा? तोप का जमाना 1857 में, 1857 में स्वतंत्रता संग्राम के समय, वो है तोप का समय. उस समय भारत के अनेक क्रांतिकारियों को ये तोप मार दिया था. इसलिए अपने जमाने में भारत के सुरमाओं के दज्जा उड़ा दिए दे. ये तोप भारत के सुरमाओं मीन्स वीरों, भारत के वीरों के दज्जे उड़ा दिए दे. ये तोप अपने जमाने में. इसलिए मैं बहुत जबर, अले जबर हूं, मैं बहुत शक्तिशाली हूं, बड़ी शक्तिशाली हूं. ये तोप बताती है. किससे बताती है? सैलानियों से बताती है. सैलानियों से तोप यह बताती है.